السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. اللهم صل وسلم على رسولك سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد جاءكم من الله نور وكتاب مبين. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, എൻ്റെ ക്ലാസ്സുകൾ സശബ്ദം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കൾ, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവറുകൾ പൂജാതരായിട്ടുള്ള റബീഉൽ അവ്വൽ മാസത്തിലാണ്. നമ്മൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്താണ് നേടിയെടുക്കേണ്ടത്? കേവലം മീലാദുൻ നബി ആഘോഷം മാത്രമാണോ? അത് സന്തോഷത്തിൻ്റെ ഭാഗമാണ്. മൊത്തത്തിൽ നമ്മൾ പ്രവാചകവൽക്കരിക്കേണ്ട മാസമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു ഖുർആനിൽ വിവരിച്ചത് ഖദ് ജാഅക്കും മിനല്ലാഹി നൂർ, അള്ളാഹുവിൻ്റെ പ്രകാശമാണെന്ന് പറയുമ്പോൾ ഹിദായത്താണ്. വ കിതാബും മുബീൻ, അവിടെ നൂർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകരാണ്. ആ പ്രവാചകരുടെ നൂറിനെ സ്വാംശീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതമാസകലത്തിൽ പ്രകാശങ്ങൾ പരത്തുന്ന കരുണയുടെ വക്താക്കളായി മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ അയച്ചത് ഖുർആൻ ഒമാ അർസൽനാക്ക എന്ന ആയത്ത് എന്ന് 4 പ്രാവശ്യമുണ്ട്. ഒമാ അർസൽനാക്ക അവിടെ ഒമാ അർസൽനാക്ക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ. അള്ളാഹു പ്രവാചകർ താങ്കൾ നിയോഗിച്ചിട്ടില്ല എന്തിനു വേണ്ടിയല്ലാതെ, റഹ്മത്തായിക്കൊണ്ടല്ലാതെ. ലോകത്തേക്ക് മൊത്തം മേഴ്സിഫുൾ കരുണയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ നിയോഗിച്ചത്. അതേ സ്ഥലത്ത് ഒമാ അർസൽനാക്ക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബഷീറുൻ വനദീറ വലാകിൻ അക്സറന്നാസ് ലാ യഅലമൂൻ. അള്ളാഹുവിൻ്റെ പ്രവാചകർ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് നിയോഗിച്ചത് കേവലം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ. മുസ്ലിം എന്നാണ് ഉമ്മത്തുൽ ഇസ്തിജാബയാണ്. ഉമ്മത്തുൽ ഇസ്തിജാബ അല്ലെങ്കിൽ ഉമ്മത്തുൽ ഇജാബ. ലോകത്തേതാണ്ട് 830 കോടികൾ, 8.3 ബില്യൺ. ഇതിലേതാണ്ട് 220 കോടി മുസ്ലിമീങ്ങളാണ്, ഒരു 250 കോടി ക്രിസ്ത്യാനികൾ. അപ്പോൾ 220 കോടി മുസ്ലിങ്ങൾ ഒഴിവാക്കി ബാക്കി 580 കോടിയോളം വരുന്ന മുസ്ലിം അല്ലാത്ത മനുഷ്യർ, അവരും പ്രവാചകരുടെ ഉമ്മത്താണ്. പക്ഷെ ഉമ്മത്ത് ദഅവ, നമ്മളെ കണ്ട് പഠിക്കുന്നവരാണ്, നമ്മൾ അങ്ങോട്ട് ദഅവത്ത് എത്തിച്ചു കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയോഗിച്ചിട്ടേ ഇല്ല ഇല്ലാ കാഫത്തൻ ലിന്നാസ്, ജനങ്ങൾക്ക് മൊത്തമായിക്കൊണ്ട് ദി ഹ്യൂമാനിറ്റി, ദ പ്രൊഫറ്റ് ഓഫ് ഹ്യൂമാനിറ്റി, ദ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യകുലത്തെ മോചിപ്പിച്ചെടുത്ത, സർവ്വവിധ അന്ധകാരത്തിൽ നിന്നിട്ടും സർവ്വവിധ പ്രശ്നങ്ങളിൽ നിന്നിട്ടും മനുഷ്യകുലത്തെ മോചിപ്പിച്ചെടുത്ത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഉമ്മത്തു ഇസ്തജാബ, ഉത്തരം കൊടുത്ത ഉമ്മത്താണ് നമ്മൾ. 220 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങൾ, വ്യത്യസ്ത ആശയധാരയിലുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും പ്രവാചകരെ സ്നേഹിക്കുന്നു, എല്ലാവരും പ്രവാചകർ വിശ്വസിക്കുന്നു, എല്ലാവരും ആധിക്യം വരുന്ന മുസ്ലിമീങ്ങൾ പിഴച്ചുപോയ ഷിയാക്കളടക്കം പ്രവാചകരെ സ്നേഹിക്കുന്നു. ആ പ്രവാചകരെയും സ്നേഹിക്കണം, പ്രവാചകർ സ്നേഹിച്ചവരെയും സ്നേഹിക്കണം. അവരുടെ പിഴവ് അവർക്ക് മാത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയിലൂടെ അവരുടെ യഥാർത്ഥ ഇസ്ലാം കാണിച്ചുകൊണ്ട്, യഥാർത്ഥ പ്രവാചകരുടെ പ്രകാശം കാണിച്ചുകൊണ്ട് അതിലേക്ക് ക്ഷണിക്കേണ്ടവരാണ്. ക്ഷണിക്കാൻ എളുപ്പമാണ്, പക്ഷേ മാതൃകയായി ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതാണ് പ്രവാചകരെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് പ്രവാചകരിലൂടെ വന്ന ഖുർആൻ അള്ളാഹു പ്രഖ്യാപിക്കുന്നു. മനുഷ്യകുലം അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, സത്യവിശ്വാസികൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. പ്രത്യേക സത്യവിശ്വാസികൾ വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അഷദ്ദു ഹുബ്ബ്, ഏറ്റവും കഠിനമായി സ്നേഹിക്കുന്നവർ സത്യവിശ്വാസികളായിരിക്കണമല്ലോ.
അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ് ഫത്തബിഊനി, അള്ളാഹുവിൻ്റെ സ്നേഹത്തിലേക്ക് എത്തിക്കുന്ന ഒറ്റൊരു മാർഗം അത് പ്രവാചകരിലൂടെ പരിപൂർണമായ അനുധാവനമാണ്. ഇത്തിബാ റസൂൽ മൻ അതാഅനി ദഖലൽ ജന്ന, ആ പ്രവാചകരെ ആരനുസരിച്ചുവോ അവൻ സ്വർഗസ്ഥനായി, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ആ നിലക്ക് ആ പ്രവാചകരുടെ ആ യഥാർത്ഥ ദൗത്യം എത്തിച്ചു കൊടുക്കേണ്ട, പ്രത്യേകിച്ച് അതിനെ ഉപയോഗപ്പെടുത്തേണ്ട മാസമാണ് റബീഉൽ അവ്വൽ മാസം. ആ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഇഷ്ടംപോലെ പ്രഭാഷണങ്ങൾ കേൾപ്പിക്കുന്നു. അമുസ്ലിങ്ങളെ കൊണ്ട് പ്രഭാഷണങ്ങൾ നമ്മൾ നടത്തിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? അവരും പഠിക്കട്ടെ. ഇഷ്ടംപോലെ അമുസ്ലിങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുകയും ആ പ്രവാചക ദൗത്യത്തെപ്പറ്റി പഠിക്കുകയും പ്രവാചകരെപ്പറ്റി പഠിക്കുകയും ആ പ്രവാചകരുടെ ദിക്റും ഫിക്റും, ഫിക്ർ രണ്ട് കാര്യമുണ്ട്. ഒന്ന് പ്രവാചകരുടെ ദിക്ർ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകരുടെ ജന്മം ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ, ആ പ്രവാചകരുടെ മൊത്തത്തിലുള്ള ദിക്ർ, ആ ദിക്ർ ഒരിക്കലും തീരൂല. വഔസാഫുഹു മാ യൻതഹി തഅദാദുഹാ വഔസാഫുഹു മാ യൻതഹി തഅദാദുഹാ വൽമദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി. ആ പ്രവാചകരുടെ ഔസാഫ് എത്ര പറഞ്ഞാലും തീരൂല. നമ്മുടെ മഖ്ബൂസിൽ പാടുന്ന ആ വരികൾ എത്ര അർത്ഥവത്തമായ വരികളാണ്. അതുപോലെ ഒരു സത്യവിശ്വ സംബന്ധിച്ചിടത്തോളം ഫസമൻ ഖദ് കുൻത ബിഗയതഹു വസമ ഫി അർഫഇ ദറജി. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഫാസ മൻ ഖദ് കുൻത ബിഗയതഹു, ആ പ്രവാചകർ നമ്മുടെ ലക്ഷ്യമായിരിക്കണം. അവൻ വിജയിച്ചു. വസമ, അവൻ ഏറ്റവും ഉന്നതിയിലേക്കും പ്രവേശിച്ചു. അർഫഇ ദറജി. അതുകൊണ്ട് ബാസിലും ഫിൽ ഹുബ്, ആ പ്രവാചകരുടെ ഹുബിൽ നമ്മൾ എന്ത് ചെയ്യണം? മുന്നേറണം. ആ നിലക്ക് നമ്മുടെ പ്രവാചകരെ സ്നേഹത്തിലൂടെ, എന്താണ് സ്നേഹം? ആ പ്രവാചകരെ പരിപൂർണമായും അനുധാവനം ചെയ്യുക എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ കാതൽ. വല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഅ അന്നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് ഖുർആൻ പറഞ്ഞ പോലെ വിജയിക്കുന്ന കക്ഷികൾ ആരാണ്? ആ പ്രവാചകർ പരിപൂർണമായും വിശ്വസിക്കുകയും വഅസ്സറൂഹു, ആ പ്രവാചകരെ മദ്ഹ് പാടുകയും ആ പ്രവാചകരെ ബഹുമാനിക്കേണ്ട രൂപത്തിൽ ബഹുമാനിക്കുകയും ആ പ്രവാചകർക്ക് വേണ്ടി എതിർനിൽക്കുകയും ആ പ്രവാചകരെ ആവശ്യമുണ്ടെങ്കിൽ ദിഫാ ചെയ്യേണ്ട ഘട്ടം വന്ന് അത് ചെയ്യുകയും ആ പ്രവാചകരുടെ പരിശുദ്ധമായ വ്യക്തിത്വത്തെ സംരക്ഷിക്കുകയും ആ പ്രവാചകർക്ക് വേണ്ടി നിലകൊള്ളുകയും ആ പ്രവാചക ജീവിതം പ്രൊഫറ്റിക് ലൈഫ് സ്വീകരിക്കുകയും ആ പ്രൊഫറ്റിക് സെൻറ്റേർഡ് ലൈഫ് സ്വീകരിച്ചുകൊണ്ട് പ്രകാശപൂരിതമായിക്കൊണ്ട് ആ പ്രവാചകരുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകരുടെ മുത്തബിഉം മുഹിബ്ബുമായിക്കൊണ്ട് ലോകത്ത് പ്രകാശം പരത്തേണ്ട സത്യവിശ്വാസികൾ നമ്മൾ അത് ശരിക്കും ഈ റബീഉൽ ഉപയോഗപ്പെടുത്തണം. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഉപയോഗപ്പെടുത്തണം. അതാണ് അഹ്യാ റബീഉൽ ഖൽബി ശഹരി ലി മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും ആ പ്രവാചകരുടെ മദ്ഹ് പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റബീഉൽ ഖൽബാകും റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രവാചകരെ പറ്റി ശരിക്കും പഠിക്കണം. നമ്മൾ വ്യക്തിപരമായി പഠിക്കണം. കുടുംബത്തിൽ പ്രവാചകരെ പറ്റിയുള്ള പഠനം അത് നടപ്പിലാക്കണം. പ്രവാചക ചരിത്രം, പ്രവാചകരുടെ മഹത്വങ്ങൾ, പ്രവാചകരുടെ ആ ത്യാഗോജ്ജലമായ പ്രവാചകരുടെ ജീവിത നിർദ്ദേശങ്ങളും പ്രവാചകരുടെ ത്യാഗങ്ങളും. വസൽ ഹുനൈനം വസൽ, നമ്മളെ നാട്ടിലൊക്കെ പാടുന്ന പല ബെയ്ത്തുകളുടെയും അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഗാംഭീര്യം മനസ്സിലാകുന്നത്. നിങ്ങൾ ഹുനൈനോടും ഖന്തക്കിനോടും ഖൈബറിനോടും ചോദിച്ചു നോക്കുകയും വസൽ ഹുനൈനം വസൽ ബദ്റം വസൽ ഉഹദ ഫി അൻവാഇ തഅദീബിഹിം വൽ ഹത്ഫ് കൈഫ ജറ. ആ പ്രവാചകരും സഹാബത്ത് കിറാം ചെയ്ത ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾ, കഠോരമായ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ആ പ്രകാശപൂരിതമായ യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ മുഅ്മിനായി മാറേണ്ടതുണ്ട്, യഥാർത്ഥ മനുഷ്യനായി മാറേണ്ടതുകൊണ്ട്. കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനായിരുന്നു, പ്രകാശമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യവർഗമാണല്ലോ. പക്ഷെ നമ്മളെപ്പോലത്തെ മനുഷ്യനാണോ? അല്ല. ഇന്നി ബശറും മിസ്ലുക്കും കഴിഞ്ഞിട്ടില്ല. യൂഹാ ഇലയ്യ, വഹി ലഭിച്ച യഥാർത്ഥ മനുഷ്യൻ. ദ ഹോൾ പേഴ്സണാലിറ്റി, കംപ്ലീറ്റ് പേഴ്സണാലിറ്റിയാണ് പരിപൂർണനായ മനുഷ്യൻ. അങ്ങനെ പരിപൂർണരായ മനുഷ്യരുടെ ആ അവരുടെ പരിപൂർണമായ ഇത്തിബാ. ഇതില ദലീലുൻ അല ത്വരീഖി ഇലൽ ഇലാഹ്
ഇല്ലൽ മുതാബിഅത്തിർ റസൂലിൽ മുക്മില. എല്ലാ നിലക്കും ആ പ്രവാചകരുടെ സ്വഭാവം സംസ്വീകരിച്ചുകൊണ്ട് ആ പ്രവാചകരുടെ പരിപൂർണമായ ഇത്തിബാഴ്, ഈ പ്രവാചകർ മുക്മിലായ പ്രവാചകർ. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു പ്രവാചകരയച്ചത്? ഇന്നി ബുഇസ്തു ലി ഉതമ്മിമ മകാരിമുൽ അഖ്ലാഖ്. എല്ലാ അഖ്ലാഖിൻ്റെയും ഔന്നത്യം, എല്ലാ സ്വഭാവത്തിൻ്റെയും ഔന്നത്യം, ആ ഔന്നത്യത്തിൻ്റെ വാഹകനായിരുന്നു അള്ളാഹു റസൂൽ. ആ പ്രവാചകൻ എല്ലാ നല്ല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. നമ്മൾ അതിലേക്ക് മടങ്ങേണ്ടതുണ്ട്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങേണ്ടതുണ്ട്, പ്രവാചകരുടെ ആ യഥാർത്ഥ ദീനിലേക്ക് മടങ്ങേണ്ടതുണ്ട്. പ്രവാചകരുടെ അഖ്ലാഖ് നമ്മൾ സംസ്വീകരിക്കേണ്ടതുണ്ട്. പ്രവാചകരുടെ അഖ്ലാഖ് ആ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ആ സുന്നത്ത് നമ്മൾ പഠിച്ചുകൊണ്ട് ജനങ്ങൾക്കിടെ ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ ആ നിലക്ക് പരിപൂർണമായും പ്രവാചകരെ സംസ്വീകരിച്ചുകൊണ്ട് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പരിപൂർണമായിട്ടും പ്രവാചകവൽക്കരണ മാസം, പ്രൊഫറ്റിക് സ്റ്റാൻഡേർഡായി സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ പ്രവാചകരുടെ മുത്തബിഉം മുഹിബ്ബുമായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.